മിമിക്രി ലോകത്തു നിന്നും അഭിനയത്തിലേക്ക് എത്തി സിനിമയിൽ സജീവമായി വരികയായിരുന്നു നടൻ കൊല്ലം സുധി. സിനിമയ്ക്കും ടെലിവിഷൻ പരിപാടികൾക്കും പുറമെ സ്റ്റേജ് പ്രോഗ്രാമുകളിലും സുധി സജീവ സാന്നിധ്യമായിരുന്നു. അങ്ങനെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് കഴിഞ്ഞ വർഷം അപ്രതീക്ഷിതമായി നടൻ്റെ വേർപാട് ഉണ്ടാകുന്നത്. കോഴിക്കോട് ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങവേ കാർ അപകടത്തിലാണ് സുധി മരണപ്പെടുന്നത്. ഇതിനു പിന്നാലെ സുധിയുടെ കുടുംബത്തിന് സഹായങ്ങളുമായി പലരും എത്തി. കൂട്ടത്തിൽ സ്റ്റാർ മാജിക് അവതാരക ലക്ഷ്മി നക്ഷത്രയുടെ സാന്നിധ്യവും ശ്രദ്ധേയമായിരുന്നു. സുധിയുടെ കുടുംബത്തിനൊപ്പമുള്ള നിമിഷങ്ങൾ ലക്ഷ്മി യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിരുന്നു. ഇതിന് വ്യാപക വിമർശനങ്ങളാണ് ലഭിച്ചത്. അതുപോലെ സുധിയുടെ ഭാര്യയെക്കുറിച്ചും പലതരത്തിലുള്ള വാർത്തകൾ വന്നു. സുധിയുടെ ഭാര്യ രേണു അണിഞ്ഞൊരുങ്ങി നടക്കുന്നതും സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്യുന്നതിനെ പറ്റിയുമാണ് കമൻറ്റുകൾ. വീണ്ടും സമാനമായ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി വന്നിരിക്കുകയാണ് രേണു. എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഞാൻ അഹങ്കാരിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഈ വീഡിയോയുടെ താഴെയും അങ്ങനെ തന്നെ പറയും. എനിക്ക് അതിൽ യാതൊരു കുഴപ്പവുമില്ല. ചിന്നു എന്ന് വിളിക്കുന്ന ലക്ഷ്മി നക്ഷത്ര സുധിച്ചേട്ടന് സ്വന്തം പെങ്ങളെ പോലെയാണ്. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്കും. അന്നു മുതൽ ഇന്നുവരെ ലക്ഷ്മി ഞങ്ങൾക്കൊരു തുക എല്ലാ മാസവും തരാറുണ്ട്. എനിക്കും പപ്പയ്ക്കും ഇതുവരെ ജോലിയൊന്നും ആകാത്തതുകൊണ്ടാണ് ലക്ഷ്മി സഹായിക്കുന്നത്. ഞങ്ങൾ കഷ്ടപ്പാടിൽ ആണെങ്കിലും ഇതുവരെ ചോദിക്കാതെയാണ് അവൾ എല്ലാ മാസവും 14-ാം തീയതിയിൽ ഒരു പൈസ തരുന്നത്. ഇക്കാര്യം ലക്ഷ്മിക്ക് പുറം ലോകത്തോട് പറയാവുന്നതാണ്. പക്ഷേ ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ കുടുംബത്തിന് മാത്രം അറിയുന്ന കാര്യമാണിത്. ലക്ഷ്മിക്ക് ആത്മാർത്ഥമായ സ്നേഹമാണുള്ളത്. അതുകൊണ്ട് ഇക്കാര്യം എല്ലാം ഞാൻ തുറന്നു പറയുകയും ആണ്, രേണു പറഞ്ഞു. പിന്നെ ഞാൻ ഒരുങ്ങി നടക്കുന്നതിനെ പറ്റിയും പലരും വിമർശിക്കാറുണ്ട്. ഞാൻ എൻ്റെ സുധിച്ചേട്ടൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നടക്കുന്നത്. ഒരു പിച്ചക്കാരിയെപ്പോലെയോ വെള്ള സാരി ഉടുത്തോ നടന്നാൽ ഈ പറയുന്നവർക്ക് സന്തോഷമാകും. എന്നാൽ എൻ്റെ സുധിച്ചേട്ടൻ്റെ ആത്മാവിന് സങ്കടമായിരിക്കും. എൻ്റെ മക്കൾക്കും അത് വിഷമമുള്ള കാര്യമാണ്. ഞാൻ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരുന്നാൽ എൻ്റെ സുധിച്ചേട്ടൻ തിരിച്ചു വരുമോ? അങ്ങനെ കരയണമെന്ന് പറയുന്നവർക്ക് സുധിച്ചേട്ടനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുമാണ് രേണു ചോദിക്കുന്നത്. സുധിച്ചേട്ടൻ്റെ ആത്മാവ് എൻ്റെ കൂടെയുള്ളിടത്തോളം കാലം ഞാൻ നന്നായി തന്നെ നടക്കും. പിന്നെ രണ്ടാമത്തെ വിവാഹത്തിനെക്കുറിച്ച് പലരും ചോദിക്കാറുണ്ട്. ഇനിയൊരു വിവാഹം വേണ്ടെന്ന് തന്നെയാണ് എൻ്റെ തീരുമാനമെന്നും രേണു വ്യക്തമാക്കുന്നു.